സൂറ ഫാത്തിഹയിൽ അടുത്തതായിട്ട് നമ്മൾ ചോദിക്കുന്നത് കളക്റ്റീവായിട്ടുള്ള ഒരു ചോദ്യമാണ് അള്ളാഹുവിനോട്. അത് ഹിദായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമാണ്. നമ്മൾ ഇൻഡിവിജ്വലി പറയുമ്പോഴും അള്ളാഹു നമുക്കെല്ലാവർക്കും ഹിദായത്തിന് വേണ്ടി ചോദിക്കാൻ വേണ്ടിയാണ് ഇഹ്ദിന, ഞങ്ങളെ നീ നയിക്കണേ, ഗൈഡ് ചെയ്യണേ. ഏതിലൂടെ ഗൈഡ് ചെയ്യണേ? സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഗൈഡ് ചെയ്യണേ. ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള മാർഗത്തിലൂടെ ഗൈഡ് ചെയ്യണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. ആ മാർഗത്തിൻ്റെ പ്രത്യേകത സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അതാരുടെ മാർഗമാണ്? അതിനെ തുടർന്ന് അതാരുടെ മാർഗമല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതാരുടെ മാർഗമാണ്? നീ നിഅമത്ത് ചെയ്തവരുടെ മാർഗമാണ്. ഹിദായത്ത് തന്നെ ഏറ്റവും വലിയ നിഅമത്താണ്. അപ്പം നീ ഹിദായത്ത് നൽകിയ നിൻ്റെ പ്രവാചകന്മാരുടെ മാർഗമാണ്. അതുപോലെ നിൻ്റെ മറ്റനേകം നിഅമത്തുകൾ ലഭിച്ച പ്രവാചകന്മാരും അവരനുഗമിച്ച സുദ്ദീഖീങ്ങളും ശുഹദാക്കളും നിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ജീവൻ നൽകിയ ആളുകളും പിന്നെ സ്വാലിഹീങ്ങൾ, സൽക്കർമ്മം ചെയ്ത ആളുകളും അവരുടെയൊക്കെ മാർഗമാണ്. അവർക്ക് നീ എണ്ണമറ്റ നിഅമത്തുകൾ ഈ ലോകത്തും ഈ ജീവിതത്തിലും മറ്റൊരു ജീവിതത്തിലും ഒക്കെ നൽകുന്നവരാണ്. നീ വലിയ സ്ഥാനങ്ങൾ നൽകി ആദരിച്ചവരാണ്. നിൻ്റെ ഇഷ്ടക്കാരാണ്, നീ തൃപ്തിപ്പെട്ടവരാണ്. അങ്ങനത്തെ ആളുകളുടെ മാർഗമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ മാർഗത്തിലൂടെ ഞങ്ങളെ നീ ഗൈഡ് ചെയ്യണേ. അത് പറഞ്ഞിട്ട് ഏത് മാർഗമല്ല എന്നും വ്യക്തമാക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഒന്ന്, ഗൈരിൽ മഗ്ലൂബി അലൈഹിം, ആരുടെ മേലിലാണോ നിൻ്റെ കോപമുണ്ടായിട്ടുള്ളത്, നിൻ്റെ അനിഷ്ടമുണ്ടായിട്ടുള്ളത്, അവരുടെ മാർഗമല്ല. നിൻ്റെ തൃപ്തിയില്ലായ്മ, നിൻ്റെ അനിഷ്ടം സമ്പാദിച്ച ആളുകളുണ്ട്, അവരുടെ മാർഗമേ അല്ല. വലല്ലാലീൻ, വഴി വ്യതിചലിച്ചു പോയ, വഴി തെറ്റിപ്പോയ ആളുകളുണ്ട്, അവരുടെ മാർഗവുമല്ല. ലല്ല എന്ന് പറഞ്ഞാൽ ഡിസപ്പിയേർഡ് എന്നാണ്. അപ്പോൾ ലാലി എന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോയി, ഡെഡ് എൻഡുള്ള വഴി, യഥാർത്ഥ വഴിയല്ല. അങ്ങനെ ഒരു യഥാർത്ഥ വഴിയില്ല. ആ വഴിയിലൂട്ട് പോയാൽ ലക്ഷ്യത്തിലേക്ക് എത്തില്ല, അതിന് ഡെഡ് എൻഡാണ്. അപ്പോൾ യഥാർത്ഥ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി വേറെ ഏതോ മാർഗത്തിൽ അകപ്പെട്ട ആളുകളുണ്ട്, അവരുടെയും മാർഗമല്ല. ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിലും അതുപോലെ ഖുർആനിൽ തന്നെയുള്ള ആയത്തിൻ്റെ, സൂറ ബഖറയിലും മറ്റുമൊക്കെ വന്ന ആയത്തുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് ഒന്നാമത്തെ കൂട്ടർ, ആദ്യം പറഞ്ഞ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ ആളുകൾ അവർ യഹൂദരാണെന്നും ലാലീൻ വഴിതെറ്റിയവർ എന്ന് പറഞ്ഞത് അത് നസാറാക്കളെക്കുറിച്ചാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. സൂറ ബക്കറയിൽ തന്നെ കാണാം, യഹൂദരെക്കുറിച്ച് പറയുന്നു, ലുരിബത്ത് അലൈഹിമുദ്ദില്ല, അവർക്ക് പതിത്വം നാം നൽകി. വൽ മസ്കന, ദാരിദ്ര്യവും നൽകി. അവർ സബത്തിലൊക്കെ വിചാരിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച് അള്ളാഹുവിൻ്റെ ആയത്തുകളെ ധിക്കരിച്ചുകൊണ്ട് അവർ ചെയ്തത് ഒരുപാട് സമ്പാദിക്കാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവർ റിച്ച് ആവുന്നൊക്കെയാണ് വിചാരിച്ചത്, അവർക്ക് നല്ല സ്റ്റാറ്റസ് ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അൾട്ടിമേറ്റ്ലി സംഭവിച്ചത് അള്ളാഹു അവർക്ക് ദില്ലത്ത്, പതിത്വം നൽകി, അവർക്ക് ദാരിദ്ര്യവും നൽകി, മിസ്കീമാരാക്കി, മസ്കനത്ത് നൽകി. വബാവു ബി ഗളബിൻ മിനല്ലാ, അള്ളാഹുവിൻ്റെ കോപത്തിന് അവർ പാത്രമായി എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ വ്യക്തമായി ഖുർആൻ്റെ ആയത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവർ എന്ന് യഹൂദരിൽപ്പെട്ട ഒരു വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും അള്ളാഹു ഇതേ സംഗതി പറയുന്നുണ്ട്. ഫബാവു ബി ഗളബിൻ അലാ ഗളബിൻ, കോപത്തിൻ്റെ മേൽ കോപത്തിന് അവർ ഇരയായി എന്ന് സൂറ ബക്കറയിൽ തന്നെയും വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നുണ്ട്, നസാറാക്കളെക്കുറിച്ച് സൂറ മായിദയിൽ പറയുന്നുണ്ട്. അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു ഖുൽ യാ അഹ്ലൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിര് കവിയരുത്, നിങ്ങളുടെ മതകാര്യത്തിൽ നിങ്ങൾ അതിൻ്റെ ഒരു പരിധി ലംഘിക്കരുത്. ഗൈറൽ ഹക്കി, സത്യവിരുദ്ധമായ രീതിയിൽ നിങ്ങൾ എന്തൊക്കെയോ വ്യാഖ്യാനങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് നിങ്ങളതിൻ്റെ പരിധി ലംഘിക്കരുത്. വലാ തത്തബിഉ അഹ്വാ ഖൗമിൻ ഖദ് ലല്ലു, സ്വന്തം വഴിതെറ്റിപ്പോയ ഒരു കൗമിനെ, നിങ്ങളെ മുൻഗാമികളെ, അവരുടെ തോന്നലുകളെ നിങ്ങൾ പിൻപറ്റരുത്. നിങ്ങൾ അവരെ പിൻപറ്റരുത്. അവരുടെ പല തോന്നലുകളും ഉണ്ടായിട്ടുണ്ട്, അവർ സ്വയം വഴിതെറ്റിപ്പോയവരാണ്. ആ കൗമിനെ നിങ്ങൾ പിൻപറ്റരുത്. അലല്ലു കസീറൻ, അവർ സ്വയം വഴിതെറ്റിപ്പോവുക മാത്രമല്ല, അവരൊരുപാട് പേരെ വഴി തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളുടെ ചില ഹവകളെ, അവരുടെ തോന്നലുകളെ നിങ്ങൾ പിൻപറ്റരുത്.
വലല്ലു അൻ സവാഇ സബീൽ, അവർ യഥാർത്ഥ മാർഗത്തിൽ നിന്നും വഴി പിഴച്ചവരാകുന്നു എന്ന് നസാറാക്കളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അവർ പല വ്യാഖ്യാനങ്ങൾ കാരണം വഴിതെറ്റിപ്പോയവരാണ്. പല തോന്നലുകളുടെയും ഇൻറ്റർപ്രട്ടേഷൻ്റെയൊക്കെ കാരണത്താൽ വഴിതെറ്റിപ്പോയി. യഹൂദരെക്കുറിച്ച് പറയുന്നത് പ്രവാചകനെയൊക്കെ പലപ്പോഴും അംഗീകരിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ നിയമത്തെയൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ടും ഒക്കെ നിലകൊണ്ട ആളുകൾ പിന്നീട് ഭയങ്കര ധിക്കാരപരമായ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു. എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, അവരിലൊരു നല്ല വിഭാഗം. അങ്ങനെ അവർക്ക് അള്ളാഹുവിൻ്റെ കോപം, അവർക്ക് അള്ളാഹുവിൻ്റെ അനിഷ്ടം വന്നു ഭവിച്ചു. അള്ളാഹു അവരിൽ അതൃപ്തി ഉണ്ടായി അള്ളാഹുവിന്. അങ്ങനെ അതിൻ്റേതായ പ്രയാസങ്ങളൊക്കെ അവർക്ക് ജീവിതത്തിൽ അനുഭവിച്ചു. അവർ ഈ ജീവിതത്തിലും തുടർന്നുള്ള ജീവിതത്തിലും അള്ളാഹു അവരെ അനുഭവിപ്പിക്കുന്നു. അപ്പോൾ ഈ ആളുകളുടെ മാർഗമല്ല, ഞങ്ങൾ ചോദിച്ച മാർഗം നിൻ്റെ നിഅമത്ത് ലഭിച്ച ആളുകളുടെ മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറ ഫാത്തിഹ അവസാനിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു ചോദ്യമുണ്ടല്ലോ, ഹിദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്ന ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്നുള്ള നിലക്ക് കൂടിയാണ് നമുക്ക് ഈ ഖുർആനെ മൊത്തം കാണാൻ കഴിയുക. അപ്പോൾ ഈ സൂറ ഫാത്തിഹയെ നമുക്കൊരു ഇതിൻ്റെ ഒരു മുഖവുരയായിട്ട്, ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അൽ ഫാത്തിഹ എന്നുള്ള നാമകരണം അതാണ്, പ്രാരംഭമാണ്. ഇതിൻ്റെ ഒരു പ്രിഫേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ വരുന്നതൊക്കെ ഇതിൻ്റെ ആൻസേഴ്സാണ്. ഈ ഒരു നമ്മളുടെ ചോദ്യത്തിൻ്റെ, വിശ്വാസിയുടെ ഹിദായത്ത് ചോദിച്ചുകൊണ്ടുള്ള അള്ളാഹുവിനോടുള്ള ദുആയുടെ ഉത്തരമാണ് പിന്നീട് അങ്ങോട്ട് വരുന്നത്. ദാലിക്കൽ കിതാബ്, അതാണ് കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കിതാബാണിത്. അള്ളാഹു എല്ലാ കാലത്തും നൽകിയ ആ ഒരു കിതാബുണ്ടല്ലോ, ഹിദായത്തിൻ്റെ കിതാബ്, ആ കിതാബാണ് ഈ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഇതോടെ സൂറ ഫാത്തിഹയുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് സൂറ അൽ ബഖറ പഠിച്ചു തുടങ്ങാം. അതിനു മുമ്പുള്ള അസസ്മെൻറ്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. റഹ്മാനായ റബ്ബ് നമുക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.